നമസ്കാരം. നമ്മൾ സംരംഭകരാകാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരേ ഉപദേശം തരുമല്ലേ? ഒരു ഐഡിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിലെല്ലാം നിക്ഷേപിക്കുക, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ വിജയിക്കും. പക്ഷേ ആ ഉപദേശം തെറ്റാണെങ്കിലോ? ഒരു കമ്പനി കെട്ടിപ്പടുക്കുന്നതിലല്ല, ഒരേ സമയം 5 എണ്ണം കെട്ടിപ്പടുക്കുന്നതിലാണ് യഥാർത്ഥ വിജയരഹസ്യമെന്നറിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ വെക്കരുതെന്ന്. എന്നിട്ട് നമ്മുടെ കരിയറിലെ ഏറ്റവും വലിയ തീരുമാനമായ ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ആ തെറ്റ് ആവർത്തിക്കുന്നത്? ഇത് വെറുമൊരു ഭ്രാന്തൻ ചിന്തയല്ല. ഒരൊറ്റ ടീമിനെ വെച്ച് ഒന്നിലധികം ബിസിനസ്സുകളുടെ ഒരു പോർട്ട്ഫോളിയോ തന്നെ നിർമ്മിക്കാനുള്ളൊരു കൃത്യമായ സ്ട്രാറ്റജിയാണിത്. കേൾക്കുമ്പോൾ നടക്കാത്ത കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ഇതിന്റെ പിന്നിലെ ലോജിക് വളരെ ലളിതവും ശക്തവുമാണ്. സത്യം പറഞ്ഞാൽ മിക്ക സംരംഭകരും ഒറ്റ കമ്പനി കെണി എന്ന് പറയാവുന്ന ഒന്നിൽപ്പെട്ടു പോവാറുണ്ട്. ഒരൊറ്റ ബിസിനസ് തുടങ്ങുന്നത് തന്നെ എത്രമാത്രം തലവേദന പിടിച്ച പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ആദ്യത്തെ കഷ്ണം ഉണ്ടാക്കുന്നതിനോ ഒരു കസ്റ്റമറോട് സംസാരിക്കുന്നതിനോ മുൻപ് തന്നെ നിങ്ങൾ ഈ കടമ്പകളെല്ലാം ചാടിക്കിടക്കണം. കമ്പനി രജിസ്റ്റർ ചെയ്യണം, ബ്രാൻഡിംഗ് ചെയ്യണം, വെബ്സൈറ്റ് ഉണ്ടാക്കണം, അക്കൗണ്ടിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യണം, നിയമപരമായ നൂലാമാലകൾ തീർക്കണം, ആൾക്കാരെ ജോലിക്കെടുക്കണം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. സത്യം പറഞ്ഞാൽ യഥാർത്ഥ പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ തളർത്തിക്കളയുന്നൊരു വലിയ ഭാരമാണിത്. എത്രയെത്ര നല്ല ആശയങ്ങളാണ് ഈ ആദ്യത്തെ കടമ്പയിൽ തട്ടി ഇല്ലാതാവുന്നത്. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ തലവേദന 5 തവണ ആവർത്തിക്കേണ്ടി വന്നാലോ? 5 വെബ്സൈറ്റുകൾ, 5 അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങൾ, 5 തരം നിയമ നടപടികൾ. ഇത് 5 ഇരട്ടി ജോലിയല്ല, 5 ഇരട്ടി തലവേദനയാണ്. പക്ഷേ ഒരു നിമിഷം ഇതിനെ നമുക്ക് തലകീഴായി ചിന്തിച്ചാലോ? 5 വീടുകൾ ഓരോന്നായി കട്ടവെച്ച് പണിയുന്നതിനു പകരം ആ 5 വീടുകളും എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നൊരു ഫാക്ടറി ആദ്യം ഉണ്ടാക്കിയാലോ? അതാണ് നമ്മളെ ഈ എക്സ്പ്ലെയിനറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് എത്തിക്കുന്നത്. ഷെയർഡ് എഞ്ചിൻ സ്ട്രാറ്റജി. തുടക്കത്തിലുള്ള ഈ മടുപ്പിക്കുന്ന ആവർത്തന സ്വഭാവമുള്ള എല്ലാ ജോലികൾക്കുമുള്ള ഒരു മികച്ച പരിഹാരമാണിത്. ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ ഇത് മാറ്റിമറിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ ഷെയർഡ് എഞ്ചിൻ? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു കേന്ദ്രീകൃത എഞ്ചിൻ ഉണ്ടാക്കുന്നു, അതായത് ഒരു കോർ ടീം, ഒരു കോർ സിസ്റ്റം. നിങ്ങളുടെ എല്ലാ കമ്പനികൾക്കും പൊതുവായി വേണ്ട ലീഗൽ, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ് പോലുള്ള എല്ലാ ജോലികളും ഈ എഞ്ചിൻ നോക്കിക്കോളും. അതോടെ ഓരോ കമ്പനിക്കും അവരുടെ പ്രധാന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റും, അതായത് അവരുടെ പ്രോഡക്റ്റിൽ, അവരുടെ കസ്റ്റമേഴ്സിൽ. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഒരു പവർ പ്ലാന്റാണ്. ഒരു നഗരത്തിലെ ഓരോ വീടിനും വേണ്ടി നിങ്ങൾ ഓരോ ചെറിയ ജനറേറ്റർ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അതൊരു മണ്ടത്തരമായിരിക്കും. പകരം നമ്മൾ ശക്തമായൊരു പവർ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കും. അതേ ലോജിക് തന്നെയാണ് ഇവിടെയും. നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻസിനും ഇങ്ങനെ ഒരു പവർ പ്ലാന്റ് ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ? എല്ലാ ബിസിനസ്സിനും വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ. നിയമകാര്യങ്ങൾ നോക്കാൻ ഒരു ടീം, ഒരു കേന്ദ്രീകൃത അക്കൗണ്ടിംഗ് സിസ്റ്റം, ഒരു കോമൺ മാർക്കറ്റിംഗ് ഫ്രെയിംവർക്ക്, വെബ്സൈറ്റ് പോലുള്ള ടെക്നോളജി, പിന്നെ ആൾക്കാരെ എടുക്കാനും മറ്റുള്ള ഒരു HR സിസ്റ്റം. ഈ ശക്തമായ അടിത്തറ നിങ്ങൾ ഒരിക്കൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഈ സ്ട്രാറ്റജി നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ മാത്രമല്ല സഹായിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്: വേഗത. ഒരു ഷെയർഡ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ ഓരോ പുതിയ കമ്പനിയും ലാഭത്തിലേക്കെത്താനുള്ള സമയം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏത് ബിസിനസ് എടുത്താലും ഏകദേശം ഒരേ ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോവുക, അല്ലേ? ആദ്യം ഒരു ആശയം വരുന്നു, പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, ബ്രാൻഡും വെബ്സൈറ്റും ഉണ്ടാക്കുന്നു, സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്യുന്നു, ഓപ്പറേഷൻസ് തുടങ്ങുന്നു, ഒടുവിൽ വരുമാനം കിട്ടിത്തുടങ്ങുന്നു. ഇതിലെ ആദ്യത്തെ 4-5 ഘട്ടങ്ങളാണ് ഏറ്റവും കഠിനവും സമയമെടുക്കുന്നതും. ഇതാണ് ഷെയർഡ് എഞ്ചിന്റെ മാജിക്. നിങ്ങളുടെ എഞ്ചിൻ നിലവിലുള്ളതുകൊണ്ട് പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ, അതായത് രജിസ്ട്രേഷൻ, ബ്രാൻഡിംഗ്, സെറ്റപ്പ്, നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാം. നിങ്ങളുടെ ഓരോ പുതിയ കമ്പനിയും 4ാം ഘട്ടത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതായത് 0-ൽ നിന്നല്ല, നല്ലൊരു ഹെഡ് സ്റ്റാർട്ടോടുകൂടിയാണ് ഓരോ പുതിയ സംരംഭവും ആരംഭിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇത് പ്രായോഗികമാണോ? വെറും തിയറിയാണോ? അല്ല. നമുക്ക് കണക്കുകളിലേക്കൊന്ന് നോക്കാം. ഈ മോഡൽ എന്തുകൊണ്ട് വിജയിക്കുന്നുവെന്ന് ഈ കണക്കുകൾ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. 80%. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. 80%. നിങ്ങളുടെ അക്കൗണ്ടിംഗ്, ലീഗൽ, HR പോലുള്ള ബാക്ക് ഓഫീസ് ജോലികളെല്ലാം ഒരു എഞ്ചിനിലേക്ക് കേന്ദ്രീകരിക്കുന്നതിലൂടെ ഓപ്പറേറ്റിംഗ് ചിലവുകൾ 80% വരെ കുറയ്ക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ ബിസിനസ് വളർത്താനായി ഉപയോഗിക്കേണ്ട പണം അനാവശ്യ കാര്യങ്ങൾക്ക് പോകാതെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര മാറ്റമാണിത്. ജീവനക്കാരുടെ കാര്യത്തിൽ ഇതെങ്ങനെ വ്യത്യാസം വരുത്തുമെന്ന് നോക്കൂ. 5 വ്യത്യസ്ത കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾക്ക് 5 അക്കൗണ്ടന്റുമാരും 5 വെബ് ഡെവലപ്പർമാരും ഒക്കെ വേണ്ടിവരും. അതായത് 20-ലധികം സ്റ്റാഫ്. എന്നാൽ ഷെയർഡ് എഞ്ചിൻ മോഡലിലോ ഒരു വിദഗ്ധ ടീമിലെ 5 പേർക്ക് ഈ എല്ലാ കമ്പനികളുടെയും കാര്യങ്ങൾ നോക്കാൻ സാധിക്കും. ശമ്പളത്തിലും മാനേജ് ചെയ്യാനുള്ള തലവേദനയിലുമുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കൂ. ഇനി ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ടാറ്റ, റിലയൻസ് പോലുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതേ തത്വത്തിലാണ്. അവർ ശക്തമായൊരു കേന്ദ്രീകൃത സിസ്റ്റം ഉണ്ടാക്കുന്നു. അതിനുശേഷം പുതിയ ബിസിനസ്സുകൾ അതിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ പുതിയവ തുടങ്ങുകയോ ചെയ്യുന്നു.
ഇതേ ആശയം നമുക്ക് നമ്മുടെ ചെറിയ രീതിയിൽ പ്രാവർത്തികമാക്കാവുന്നതേ ഉള്ളൂ. ശരി, അപ്പോൾ നമ്മൾ ഇതിന്റെ തിയറി മനസ്സിലാക്കി, കണക്കുകളും കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും? നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ലളിതമായ ഒരു 5 സ്റ്റെപ്പ് പ്ലാൻ ഇതാ. ഇതാണ് ആ പ്ലാൻ. 1. നിങ്ങളുടെ 5 ബിസിനസ് ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. 2. ഇതാണ് ഏറ്റവും പ്രധാനം. ആദ്യം നിങ്ങളുടെ ഷെയർഡ് എഞ്ചിൻ നിർമ്മിക്കുക. കമ്പനി തുടങ്ങുന്നതിന് മുൻപ് ഈ പൊതുവായ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക. 3. നിങ്ങളുടെ ആദ്യത്തെ കമ്പനി തുടങ്ങി അതിനെ വരുമാനം കിട്ടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിക്കുക. 4. ആദ്യത്തെ കമ്പനിയിൽ നിന്നുള്ള പണവും ഊർജവും ഉപയോഗിച്ച് രണ്ടാമത്തെ കമ്പനി തുടങ്ങുക. ഒടുവിൽ 5ാമതായി ഈ പ്രക്രിയ ആവർത്തിക്കുക. ഓരോ പുതിയ തുടക്കവും മുൻപത്തേതിനേക്കാൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും നടക്കും. ഇതെല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്കാണ് എത്തിക്കുന്നത്. ഏറ്റവും വിജയിച്ച സംരംഭകർ കമ്പനികളെയല്ല നിർമ്മിക്കുന്നത്, അവർ സിസ്റ്റങ്ങളെയാണ് നിർമ്മിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും വിജയകരമായ കമ്പനികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു യന്ത്രം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിന്താഗതി മാറേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. ഞാൻ ഏത് കമ്പനി തുടങ്ങും എന്ന് ചിന്തിക്കുന്നത് നിർത്തുക. പകരം ഞാൻ ഏത് സിസ്റ്റം നിർമ്മിക്കും എന്ന് സ്വയം ചോദിക്കുക. കാരണം ഒരു മികച്ച സിസ്റ്റത്തിന് ഒരു കമ്പനിയെ മാത്രമല്ല, ഒരു സാമ്രാജ്യത്തെ തന്നെ കെട്ടിപ്പടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഏത് എഞ്ചിനാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഈ എക്സ്പ്ലെയിനറിൽ പങ്കുചേർന്നതിന് നന്ദി.